കസ്റ്റമർ ഈ ഒരു വീഡിയോ ആയിരുന്നു റെഫറൻസ് പിക്കായിട്ട് തന്നത്. ഇതിന് 3 ലെയറുള്ള സറാറ പാൻറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ചെയ്തപ്പോൾ എത്ര മെഷർമെൻറ്റിലാണ് ചെയ്തതെന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ മോഡലാണ് ഞാൻ ആദ്യം വരച്ചത്. എനിക്ക് കസ്റ്റമർ പാൻറ്റിൻ്റെ അളവായിരുന്നു തന്നിരുന്നത്. അപ്പോൾ ഞാൻ അതിന് അളവെടുത്തപ്പോൾ പാൻറ്റ് ഫുള്ള് ലെങ്ത്ത് വരുന്നത് 30 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ അലാസ്റ്റിക്കിൻ്റെ അളവാണ് എനിക്ക് കിട്ടിയത്. അലാസ്റ്റിക്കിൻ്റെ അളവ് 20 ഇഞ്ചായിരുന്നു. ക്ലോത്ത് 4 ആക്കിയിട്ട് മടക്കിയിട്ട് മേലത്തെ ആ ഭാഗത്തിനാണ് ഞാൻ ആദ്യം മെഷർമെൻറ്റ് എടുത്തത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തെ വീതി 9 ഇഞ്ചും പിന്നെ അണ്ടർ ആമിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചും പിന്നെ അവിടുന്ന് കർവ് വരക്കാനുള്ള വീതി 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുട്ട് വരെയുള്ള ലെങ്ത്ത് നമുക്ക് 15 ഇഞ്ചാണ് കിട്ടിയത്. 12 ഇഞ്ചാണ്, പക്ഷേ 12 ഇഞ്ചിക്ക് 2.5 കൂട്ടിയിട്ടാണ് 15 ഇഞ്ചാക്കിയത്. കാരണം അലാസ്റ്റിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വീതി വന്നിട്ട് 15 ഇഞ്ചായിരുന്നു. അതിന് നമ്മൾ 2 കൊണ്ട് ഹരിച്ചിട്ട് പിന്നെ അതിക്കൊരു 1.5 കൂട്ടിയിട്ടാണ് 9 ഇഞ്ച് കിട്ടിയത്. അതിൻ്റെ അടിഭാഗത്തേക്കുള്ള 3 ലെയർ ക്ലോത്താണ് നമുക്ക് വേണ്ടത്. ഈ 3 ലെയർ ക്ലോത്തിനുള്ള മെഷർമെൻറ്റ് ഞാൻ ഓരോ കാലിൻ്റെയാണ് പറയണത്. അപ്പോൾ ഓരോ കാലിന് നമുക്ക് 2 കാലിനാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഒരു കാലിൻ്റെ അളവ് മാത്രമാണ് ഞാൻ ഇതിൽ പറയണത്. മേലത്തെ ക്ലോത്തിൻ്റെ അളവ് 55 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ വീതിയിൽ 7.5 ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. രണ്ടാമത്തെ ലെയറിൻ്റെ അളവ് 2.5 ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിനും 7 ഇഞ്ച് ലെങ്ത്താണ് എടുത്തത്. പിന്നെ മൂന്നാമത്തത് 3.5 ഇഞ്ച് വീതിയും പിന്നെ അതിനും 7 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതേ അളവ് തന്നെ 2 ക്ലോത്താണ് നമുക്ക് വേണ്ടത്. 2 കാലിന് വേണ്ടിയിട്ടാണ് നമുക്ക് ക്ലോത്ത് വേണ്ടത്. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ പ്ലീറ്റൊക്കെ ഞാൻ മുകൾ ഭാഗത്തേക്ക് പ്ലീറ്റ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ 3 ക്ലോത്തിൻ്റെയും വീതിൻ്റെ 2 ഭാഗവും നമ്മൾ ഈ ഫാഷൻ മേക്കർ മെഷീനിൽ സിഗ്സാക്ക് സ്റ്റിച്ചിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മെഷീൻ ഇല്ലാത്തവർ സാധാ സ്റ്റിച്ചിൽ തന്നെ ചെറുതാക്കിയിട്ട് കരടിച്ചു കൊടുത്താലും മതി. അപ്പോഴും ഈ സ്റ്റിച്ച് നല്ല ഭംഗിയിൽ കിട്ടും. അങ്ങനെ 2 ഭാഗവും കരടിച്ചതിന് ശേഷം ഞാൻ മുകൾ ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് പാൻറ്റിൻ്റെ മുകൾ ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുഭാഗം നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ എടുത്ത ഫസ്റ്റ് ലെയർ നമുക്ക് ഇതിമേൽ മുകൾ ഭാഗത്തേക്ക് ആക്കിയാണ്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 2 ഭാഗത്തും കുറച്ച് ഭാഗം ഇട്ടിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇതിൻ്റെ നടുഭാഗത്ത് കൂടിയാണ് പ്ലീറ്റ് ഇടുന്നത്. അടിഭാഗത്തും മുകൾ ഭാഗത്തും കുറച്ച് തെല്ല് വിട്ടിട്ടാണ് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ 1 സൈഡ് മിറർ ലേസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലേസ് നെക്കിനും പിന്നെ സ്ലീവിനുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് അംബർല സ്ലീവ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് ലേസ് ഇതിന് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഷോളിൻ്റെ ചുറ്റുവട്ടും ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ചെയ്തെടുത്ത സറാറ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാൻ ഇങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട്. പാൻറ്റിന് മാത്രം നമ്മൾ 3.5 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ടോപ്പിനും പാൻറ്റിനും എല്ലാം കൂടി നമ്മൾ 7 മീറ്ററാണ് ക്ലോത്ത് എടുത്തത്. പിന്നെ ഈ സെറ്റിക്ക് നമ്മൾ ലേസ് ആഡ് ചെയ്തത് 6 മീറ്റർ ആയിരുന്നു. പിന്നെ ലൈനിങ് നമുക്ക് 2 മീറ്റർ ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം ടോപ്പിൻ്റെ ബോഡി പാർട്ടിൽ മാത്രം നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ടോപ്പിൻ്റെ ബാക്കിലും നമ്മൾ മിറർ ലേസ് വെച്ചിട്ട് ഒരു ഹാങ്ങിങ്, നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിന് അംബർല സ്ലീവും പിന്നെ ബോട്ടം പാർട്ടിൽ അംബർല കട്ടാണ് കൊടുത്തിട്ടുള്ളത്. അംബർല കട്ടിന് നമ്മൾ 2 സൈഡിലും സൈഡോപ്പം വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഹെയർ ക്ലിപ്പിന് നമ്മൾ ചെയ്തത് ടൈലിലൊരു ബോ ആയിരുന്നു. അപ്പോൾ അതിന്മേലും ബാലൻസ് ഉള്ള മിറർ എടുത്തിട്ട് അതിന്മേലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാങ്ങിങ്മേൽ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് മിറർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതെനിക്ക് സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന കസ്റ്റമർ ഡ്രസ്സായിരുന്നു. അപ്പോൾ അവരിട്ട ഫോട്ടോയും വീഡിയോസൊക്കെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതുപോലെ പുതിയ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇനിയും വരാം. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കാം. പിന്നെ ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയണ നിങ്ങളെ റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഈ അടുത്ത വർക്കുകൾ കാണിക്കാനുള്ളത് ഒരു മോം ആൻഡ് ഡോട്ടർ കോംബോ ഡ്രസ്സിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.